Good morning. Once again, welcome back, all of you. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഉപയോഗങ്ങൾ, അതായത് ഒരു ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് എങ്ങനെയൊക്കെയാണ് മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്, അതായത് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ കണ്ടെത്തിയിട്ട് എത്രയാണോ കോൺട്രിബ്യൂഷൻ, ആ കോൺട്രിബ്യൂഷൻ കൂടുതലുള്ളത് ഏത് പ്രൊഡക്റ്റിനാണ്, അതുപോലെ ആ പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷനും അതിൻ്റെ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റും നമ്മൾ എത്ര യൂണിറ്റാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കുമായിരുന്നു. അങ്ങനെ ഏത് പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ എന്നുള്ള മറ്റൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗപ്പെടുത്തിയിട്ട്, അതായത് കോൺട്രിബ്യൂഷൻ ലഭിക്കും നമുക്ക്, അതും നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും കീ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തതിന് ശേഷം എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നു. അങ്ങനെ കീ ഫാക്ടർ ഉപയോഗപ്പെടുത്തി നമ്മുടെ കോൺട്രിബ്യൂഷനെ കൂടി അനാലിസിസ് നടത്തുന്ന ഒരു ഭാഗമാണിത്. ശ്രദ്ധിക്കുക. പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ. Sometimes the firm may not be able to sell all the products manufactured. ചില സമയത്ത് നമ്മുടെ ഫേം നിർമ്മിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും വിൽപ്പന നടത്താൻ, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും സെൽ ചെയ്യാൻ മേ ബി സാധിച്ചിട്ടുണ്ടാവില്ല. ഇൻ സം കേസസ് ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് സെയിൽസ് പൊട്ടൻഷ്യൽ. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായേക്കാവുന്നൊരു സിറ്റുവേഷൻസാണ്. അതായത് നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയത്ത് അത് നമുക്ക് വിൽപ്പന നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. മറ്റു ചില സമയത്ത് മേ ബി നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നിർമ്മിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ബിസിനസ്സിൽ ഉണ്ടാവാറുണ്ട്. ദിസ് ഈസ് ഡ്യൂ ടു ദ സ്കേഴ്സിറ്റി ഓഫ് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ? ദിസ് ഈസ് ഡ്യൂ ടു ദ സ്കേഴ്സിറ്റി ഓഫ് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിങ്ങനെ പറയുന്ന നാലിനൊക്കെ. അതിലേതെങ്കിലും ഒന്നിൻ്റെ കുറവ് മൂലമാണ് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കാറ്. ഡ്യൂ ടു ദ സ്കേഴ്സിറ്റി, അഭാവം, ദൗർലഭ്യം എന്നൊക്കെ നമ്മൾ പറയും. സ്കേഴ്സിറ്റി ഓഫ് സം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് റോ മെറ്റീരിയൽ, സ്കിൽഡ് ലേബർ, പവർ, ഫിനാൻസ് എക്സെട്ര. റോ മെറ്റീരിയൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ബിസിനസ്സിൽ പ്രൊഡക്ഷൻ മാക്സിമം നടക്കാതിരിക്കാറുണ്ട്. സ്കിൽഡ് ലേബേഴ്സ്, അതായത് നല്ല കഴിവുള്ള ജോലിക്കാർ ഇല്ലാത്തതിനെ കൊണ്ട് നമ്മുടെ കപ്പാസിറ്റി യൂസ് ചെയ്യാതിരിക്കാറുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ കറണ്ട് ഇല്ലാതിരിക്കുക, ഫിനാൻസിൻ്റെ അപര്യാപ്തത, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ കാരണമാവാറുണ്ട്. ഇനി ശ്രദ്ധിക്കുക. ദ ഫാക്ടേഴ്സ് വിച്ച് പുട്ട് എ ലിമിറ്റ് ഓൺ പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാക്കുക, അതായത് ഒരു പിടുത്തം വരും ചില സമയത്ത്, നമ്മൾ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിക്കാതിരിക്കാനൊക്കെ ഒരു കാരണമാവുന്ന ഒരു ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അതാണ് പറയുന്നത് ദ ഫാക്ടേഴ്സ് വിച്ച് പുട്ട് എ ലിമിറ്റ് ഓൺ പ്രൊഡക്ഷൻ, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് എ ഫേം ആർ നോൺ ആസ് കീ ഫാക്ടർ. കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എന്താണ് ദ ഫാക്ടേഴ്സ്? കീ ഫാക്ടർ ഈസ് എ ഫാക്ടേഴ്സ് which put a limit on the production, or which put a limit on sale, or which put a limit on profit. നമ്മുടെ ബിസിനസ്സിൽ പ്രൊഡക്ഷന് ഒരു ലിമിറ്റ് കൊണ്ടുവരും ചില സമയത്ത്, ചില ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട്. അല്ലെങ്കിൽ അത് കാരണമായിട്ട് നമ്മുടെ പ്രോഫിറ്റിൽ കുറവ് വരും, സെയിൽ കുറവ് വരും, എല്ലാത്തിലും ഒരു കുറവ് വരും. അത്തരത്തിലുള്ളൊരു ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ ലിമിറ്റ് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക? നോൺ ആസ് കീ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. In many industries, the key factor is sales or demand. പല ഇൻഡസ്ട്രീസിലും ഈ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്തുതന്നെയായിരിക്കും? സെയിൽസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സെയിൽസ് കുറയുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ കീ ഫാക്ടേഴ്സ് ആയിട്ട് സെയിൽസും ഡിമാൻഡുമാണ് വരാറ്. എന്നാലും അതർ കീ ഫാക്ടേഴ്സ് മേ ബി റോ മെറ്റീരിയൽ, ടൈം, ലേബർ,
ക്യാപിറ്റൽ, പ്ലാന്റ് കപ്പാസിറ്റി എക്സെട്ര. ഇങ്ങനെ പലതും കീ ഫാക്ടറായിട്ട് വരാറുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിലുള്ള കീ ഫാക്ടർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചില സമയത്ത് ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേബർ ആയിരിക്കാം, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രത്യേക ലേബർ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ആവശ്യമുണ്ടാവും. ഇതൊക്കെ എന്തിൽ പറയാം, നമുക്ക് കീ ഫാക്ടറിൽ പറയാം. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ഡിസിഷൻ കൈക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അല്ലാതെ മാർജിനൽ കോസ്റ്റിങ്ങിൽ കോൺട്രിബ്യൂഷൻ ഒരുപാട് ഉള്ള, അതായത് കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ ലഭിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ മുൻപ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത്. അതായത് കോൺട്രിബ്യൂഷൻ കൂടുതൽ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആണല്ലോ, ആ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കീ ഫാക്ടറിനെ കൂടി പരിഗണിക്കണം. കീ ഫാക്ടർ കൂടി പരിഗണിച്ചതിൻ്റെ ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കീ ഫാക്ടർ നമ്മൾ മറ്റു പേരുകളിൽ വിളിക്കുന്നുണ്ട്. കീ ഫാക്ടേഴ്സ് ആർ ആൾസോ നോൺ ആസ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫാക്ടേഴ്സ് എന്ന് പറയും, അല്ലെങ്കിലോ ഗവേണിംഗ് ഫാക്ടേഴ്സ്. ഇങ്ങനെ 4 രീതിയിൽ നമുക്കതിനെ വിളിക്കാം. എന്നാണ് ഒന്ന് കീ ഫാക്ടർ തന്നെ. കീ ഫാക്ടറിനെ നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് വിളിക്കാം, ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് വിളിക്കാം, പ്രിൻസിപ്പൽ ഫാക്ടർ എന്ന് വിളിക്കാം, ഗവേണിംഗ് ഫാക്ടർ എന്നും വിളിക്കാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കീ ഫാക്ടറിൽ തന്നെ. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ ദി കീ ഫാക്ടർ പെർ യൂണിറ്റ്. അതായത് നമുക്ക് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ ലഭിക്കും. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കോൺട്രിബ്യൂഷൻ്റെ എമൗണ്ട് ലഭിക്കും. ആ കോൺട്രിബ്യൂഷൻ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഈ പ്രൊഡക്റ്റ് പ്രോഫിറ്റബിൾ ആണെന്ന് പറയാറുണ്ട്. ഈ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ ദി കീ ഫാക്ടർ പെർ യൂണിറ്റ്. ആ കോൺട്രിബ്യൂഷനെ നമ്മൾ എന്ത് ചെയ്യണം? കീ ഫാക്ടർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കോൺട്രിബ്യൂഷൻ കിട്ടിയെന്ന് വെക്കുക, 2 പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് കിട്ടി. പ്രൊഡക്റ്റ് 1ൻ്റെയും പ്രൊഡക്റ്റ് 2നും കോൺട്രിബ്യൂഷൻ ലഭിച്ചു. ഇനി നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ടൈമാണ് ലിമിറ്റിംഗ് ഫാക്ടർ. പ്രൊഡക്റ്റ് 1ന് 2 ഹവർ വേണം, പ്രൊഡക്റ്റ് 2 ഉണ്ടാക്കാൻ 3 ഹവറും വേണമെന്ന് വെക്കുക, ഒരു സ്റ്റാൻഡേർഡ് ടൈം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. അത് ആ കിട്ടുന്ന ആൻസർ വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അത്രയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ലിമിറ്റിംഗ് ഫാക്ടർ, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇക്വേഷന് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ. ഓക്കെ, ദെൻ ഒരു നോട്ട് ചുവടെ നൽകിയിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം. We know that the product which give the greatest contribution will be the most profitable one. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ, എന്ത് കൂടുതൽ കോൺട്രിബ്യൂഷൻ ലഭിക്കുന്ന പ്രൊഡക്റ്റാണ് പ്രോഫിറ്റബിൾ വൺ എന്ന് നമുക്കറിയാം. ബട്ട് എന്നിരുന്നാലും ഈവൻ ഇഫ് ദ പ്രൊഡക്റ്റ് ഗിവ് എ ഹൈ കോൺട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ് ഹൈ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടെങ്കിൽ പോലും ദ കീ ഫാക്ടേഴ്സ് ലിമിറ്റ് ദി പ്രൊഡക്ഷൻ ആൻഡ് ഓർ സെയിൽസ്. ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ചില സമയത്ത് പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യാം. അതാ പറഞ്ഞത്, കീ ഫാക്ടർ ലിമിറ്റ് ദി പ്രൊഡക്ഷൻ ഓർ സെയിൽ, പ്രൊഡക്ഷനെയോ സെയിലിനെയോ ലിമിറ്റ് ചെയ്യാം. അതുകൊണ്ട് വെൻ ദർ ഈസ് എനി കീ ഫാക്ടർ, അവിടെ എന്തെങ്കിലും കീ ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ എന്ത്, വി നോ ദാറ്റ് ദ പ്രൊഡക്റ്റ് വിച്ച് ഗിവ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ വിൽ ബി ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ വൺ. വലിയ ഹൈ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉള്ള പ്രൊഡക്റ്റാണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ വൺ എന്ന് പറഞ്ഞതുപോലെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താണ്? വെൻ ദർ ഈസ് എനി കീ ഫാക്ടർ, അവിടെ എന്തെങ്കിലും കീ ഫാക്ടർ ഉണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞത് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കെയർ ഷുഡ് ബി ടേക്കൺ ബിഫോർ അറൈവിങ് അറ്റ് എ ഡിസിഷൻ. ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് നമ്മൾ നല്ല പ്രോപ്പർ കെയർ നൽകിയിരിക്കണം. ആ കീ ഫാക്ടറിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തിരിക്കണം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ഇതാണ്. ഫ്രം ദി ഫോളോവിങ് ഡാറ്റ വിച്ച് പ്രൊഡക്റ്റ് വുഡ് റെക്കമെൻഡഡ് ടു ബി മാനുഫാക്ചർഡ് ഇൻ എ ഫാക്ടറി. ചുവടെ നമുക്ക് നൽകിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ വിച്ച് പ്രൊഡക്റ്റ് വുഡ് ബി റെക്കമെൻഡഡ്, അതായത് പ്രൊഡക്റ്റ് എക്സും പ്രൊഡക്റ്റ് വൈയും നൽകിയിട്ടുണ്ട്. അതിൽ വിച്ച് പ്രൊഡക്റ്റ് വുഡ് ബി റെക്കമെൻഡഡ്, ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ
നിർമ്മിക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക. അതായത് ഒരു പ്രൊഡക്റ്റ് നല്ലത് മറ്റത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏത് എന്നുള്ളത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ആരെ? ഈ ഒരു മാനേജേഴ്സിനെ. അപ്പോൾ ശ്രദ്ധിക്കുക, ടൈം ബീങ് ദ കീ ഫാക്ടർ. ഇവിടെ ടൈമാണ് കീ ഫാക്ടർ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഐറ്റംസ് നോക്കാം. പ്രൊഡക്റ്റ് എക്സ് പ്രൊഡക്റ്റ് വൈയിൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൊഡക്റ്റ് എക്സിന് 48 ആണ്, പ്രൊഡക്റ്റ് വൈയിൽ 28 ആണ്. ഡയറക്റ്റ് ലേബർ ₹2 പെർ ഹവർ ആണ്. പ്രൊഡക്റ്റ് എക്സ് 4 ഉണ്ട്, 4 ഹവർ ഉണ്ട്, അപ്പം 4 × 2 ആയിരിക്കും, 8 ആയിരിക്കും. ദെൻ പ്രൊഡക്റ്റ് വൈയിൽ 6 ആണ്, 6 × 2 12 വരും അവിടെ. ദെൻ വേരിയബിൾ ഓവർ ഹെഡ് ₹4 പെർ ഹവർ ആണ്, ഹവറിന് 4 ആണ്, അങ്ങനെ 8 ഹവർ ഉണ്ട്, 12 ഹവർ വൈയിലുണ്ട്. ദെൻ സെല്ലിംഗ് പ്രൈസ് 200ഉം 220ഉമാണ്. ദെൻ സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് 2 ഹവറും 3 ഹവറാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം എന്താ? ടൈം ബീങ് ദ കീ ഫാക്ടർ. ഇവിടെ ടൈമാണ് കീ ഫാക്ടർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൊഡക്റ്റ് എക്സിൽ 2 ഹവർ എന്നും പ്രൊഡക്റ്റ് വൈയിൽ 3 ഹവർ എന്നും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു പ്രൊഡക്റ്റ് എക്സ് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് 2 മണിക്കൂറാണ് വേണ്ടത്. പ്രൊഡക്റ്റ് വൈ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 മണിക്കൂറും വേണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആൻസർ എങ്ങനെ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ഇന്നലെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരക്കുക. എന്തായിരിക്കും അതിൽ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ ചെയ്യൂലേ, അപ്പോൾ കോൺട്രിബ്യൂഷൻ ലഭിക്കും. ആ കോൺട്രിബ്യൂഷൻ കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ കഴിയും സാധാരണ കേസിൽ. പക്ഷേ ഇവിടെ ഒരു കീ ഫാക്ടർ ടൈമുണ്ട്. അതുകൊണ്ട് ടൈമും കൂടി നമ്മളൊന്ന് അനാലിസിസിന് വിധേയമാക്കിയിട്ടാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏതെന്ന് ഉറപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് എക്സിൻ്റെ എമൗണ്ട് കൊടുക്കാനും പ്രൊഡക്റ്റ് വൈൻ്റെ എമൗണ്ട് കൊടുക്കാനുള്ള കോളം വരക്കും. എന്നിട്ട് ഓരോരോ ഐറ്റംസ് എടുത്ത് എഴുതും. സെയിൽസ്, ഇവിടെ സെയിൽസ് പ്രൊഡക്റ്റ് എക്സിന് 200ഉം പ്രൊഡക്റ്റ് വൈക്ക് 220ഉമാണ്. പ്രോബ്ലത്തിൽ നൽകിയത് തന്നെയാണ്. ദെൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസിൽ നിന്ന് ലെസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർഹെഡ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ 3 ഐറ്റംസും നമുക്ക് ഒരുമിച്ച് കുറക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ 48 ആണ് പ്രൊഡക്റ്റ് എക്സിൽ, പ്രൊഡക്റ്റ് വൈയിൽ 28ഉമാണ്. ദെൻ ഡയറക്റ്റ് വേജ് പ്രൊഡക്റ്റ് എക്സിൽ 4 ആണ്, ദെൻ പ്രൊഡക്റ്റ് വൈയിൽ 6 ആണ്. അതൊക്കെ പെർ യൂണിറ്റ് അങ്ങനെ നൽകിയത് തന്നെയാണ്. പ്രോബ്ലത്തിൽ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലെ പോലെ പ്രോബ്ലം പറഞ്ഞ സമയത്ത് ഞാൻ ഇൻറ്റു ചെയ്തായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ കോസ്റ്റിൽ തന്നെയാണ് നൽകിയത്, അതുകൊണ്ട് വേണ്ട. ദെൻ വേരിയബിൾ ഓവർഹെഡ് 8ഉം 12ഉമാണ്. അങ്ങനെ 48ഉം 4ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 48, 82, 60 ആണ് എന്ത്? വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്റ്റ് എക്സിൻ്റെ. പ്രൊഡക്റ്റ് വൈയുടെ വേരിയബിൾ കോസ്റ്റ് 46 ആണ്, അതായത് 46. എന്നിട്ട് എന്ത് ചെയ്യുക? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. സെയിൽസ് 200 ആണ്, 200ൽ നിന്ന് 60 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ബാക്കി 140 ആണ് പ്രൊഡക്റ്റ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ. then പ്രൊഡക്റ്റ് വൈ 220 ആണ് സെയിൽസ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് 46 കുറയ്ക്കുമ്പോൾ 174 ആണ് പ്രൊഡക്റ്റ് വൈയുടെ കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വൈക്ക് എത്രയുണ്ട്? 174 ഉണ്ട്, പ്രൊഡക്റ്റ് എക്സിന് 140 ആണ് ഉള്ളത്. ദെൻ പി വി റേഷ്യോ കാണാൻ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. പി വി റേഷ്യോ കൂടുതലുള്ളതിന് പ്രോഫിറ്റ് കൂടുതലായിരിക്കുമെന്നെല്ലാം നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതിനാണ് കൂടുതൽ പി വി റേഷ്യോ ലഭിക്കുന്നത് നോക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ. കോൺട്രിബ്യൂഷൻ നമ്മുടെ പ്രൊഡക്റ്റ് എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ 140 ആണ്, ഡിവൈഡഡ് ബൈ 200 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 70% എന്ന് ലഭിക്കും. കോൺട്രിബ്യൂഷൻ 140, ശ്രദ്ധിക്കുക, 140 ഡിവൈഡഡ് ബൈ 200 അല്ലേ സെയിൽ ഉണ്ടായിരുന്നത്, 200 ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 70%, 70 കിട്ടും, 70%. ഓക്കെ, ആ 70% ആണ് അവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, 70% പ്രൊഡക്റ്റ് എക്സ്. പ്രൊഡക്റ്റ് വൈയുടേത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. എന്താണ്? 174 ഡിവൈഡഡ് ബൈ 220, അതായത് 220 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 79% നമുക്ക് ലഭിക്കും.
ഇപ്പോൾ ഇവിടെ ഒരു പി വി റേഷ്യോ നോക്കുക. പി വി റേഷ്യോ പ്രൊഡക്റ്റ് എക്സിൽ 70%, പ്രൊഡക്റ്റ് വൈയിൽ 79%. ഇപ്പോൾ കൂടുതൽ പി വി റേഷ്യോ നൽകുന്നത് പ്രൊഡക്റ്റ് വൈ ആണ്. നമുക്ക് ഒരു നിഗമനത്തിലെത്താം, കൂടുതൽ പി വി റേഷ്യോ നൽകുന്നത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നിഗമനത്തിലെത്താം. പക്ഷേ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടൈമാണ് കീ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കീ ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കുക. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇല്ലേ, അതിനെ ഡിവൈഡ് ചെയ്യുക എന്തുകൊണ്ട്? ബൈ ദി കീ ഫാക്ടർ പെർ യൂണിറ്റ്. കീ ഫാക്ടർ പെർ യൂണിറ്റ് നമുക്ക് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട്. എത്രയാണ്? സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് 2 hours ആണ് പ്രൊഡക്റ്റ് എക്സിന്, ദെൻ പ്രൊഡക്റ്റ് വൈക്ക് 3 hour ആണ്. അതിന് നമുക്ക് ലഭിച്ച കോൺട്രിബ്യൂഷനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആ ഒരു മുകളിൽ നൽകിയിട്ടുള്ള നോട്ട് ചെറുതായിട്ട് നോക്കുക. ഓൺ ദി ബേസിസ് ഓഫ് പി വി റേഷ്യോ പ്രൊഡക്റ്റ് വൈ ഈസ് മോർ പ്രോഫിറ്റബിൾ. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പ്രൊഡക്റ്റ് വൈ പി വി റേഷ്യോ നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് വൈ ഈസ് മോർ പ്രോഫിറ്റബിൾ എന്ന് നമുക്കറിയാം. കാരണം അത് പ്രൊഡക്റ്റ് വൈ 79% ഉണ്ട്, പ്രൊഡക്റ്റ് എക്സിൽ 70% ഉള്ളൂ. ആൻഡ് മാനുഫാക്ചർ ഓഫ് പ്രൊഡക്റ്റ് വൈ ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഏത് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക എന്നാണല്ലോ ഈ പ്രോബ്ലത്തിൽ ചോദിച്ചത്. ഈ ഒരു പി വി റേഷ്യോ നോക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വൈ ആണ് പറയുക. ദെൻ ബട്ട് ടൈം ഈസ് കീ ഫാക്ടർ. പക്ഷേ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ ടൈമാണ് കീ ഫാക്ടർ. ദ പ്രോഫിറ്റബിലിറ്റി ഷുഡ് ബി അസർട്ടൈൻഡ് ബൈ ഡിവൈഡിങ് കോൺട്രിബ്യൂഷൻ ബൈ ലേബർ ഹവർ. അതായത് കോൺട്രിബ്യൂഷൻ ലേബർ ഹവറിനോട് ഡിവൈഡ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം. കോൺട്രിബ്യൂഷൻ പ്രൊഡക്റ്റ് എക്സിന് നമുക്ക് 140 അതുപോലെ പ്രൊഡക്റ്റ് വൈക്ക് 174. അപ്പോൾ പ്രൊഡക്റ്റ് എക്സിൻ്റെത് 140 ഡിവൈഡഡ് ബൈ 2, അതായത് 2 നമുക്ക് പ്രോബ്ലത്തിൽ നൽകിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഹവർ 2 മണിക്കൂർ എന്നുള്ളത്. ദെൻ പ്രൊഡക്റ്റ് വൈക്ക് 3rd hour ആണ്, അതായത് 3 hour ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ 174 ആണ്. 174/3 ചെയ്യുന്ന സമയത്ത് 58, 140/2 ചെയ്യുന്ന സമയത്ത് 70 നമുക്ക് കിട്ടും. ഒരു ഹവറിൽ 70 rupees എക്സിൽ, വൈയിൽ ഒരു ഹവറിൽ 58 പെർ ഹവറാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സിന് ഒരു മണിക്കൂറിൽ 70 രൂപ പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പ്രൊഡക്റ്റ് വൈക്കോ ഒരു മണിക്കൂറിൽ 58 രൂപയെ നേടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ പി വി റേഷ്യോ നോക്കി പ്രോഫിറ്റബിലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വൈ ആയിരുന്നു, പ്രൊഡക്റ്റ് വൈ ആയിരുന്നു കൂടുതൽ കോൺട്രിബ്യൂഷനും പി വി റേഷ്യോ നൽകിയിരുന്നത്. പക്ഷേ ഈ ഒരു ടൈം കീ ഫാക്ടറായി അവിടെ ഉള്ളത് കൊണ്ട്, അതായത് ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് പ്രൊഡക്റ്റ് എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾക്ക് ലിമിറ്റിംഗ് ഫാക്ടർ ആയത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പ്രോഡക്റ്റ് എ നിർമ്മിക്കാൻ 2 മണിക്കൂർ മതി, പക്ഷേ പ്രോഡക്റ്റ് ബി നിർമ്മിക്കാനോ 3 മണിക്കൂർ വേണം. അപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര കണ്ട് ഉപയോഗിക്കാൻ പ്രോഫിറ്റബിൾ ആവില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂറിൽ 70 രൂപ പ്രൊഡക്റ്റ് എക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഒരു മണിക്കൂർ പ്രൊഡക്റ്റ് വൈയിൽ നിന്ന് 58 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ മോർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ഏതാണ്? പ്രൊഡക്റ്റ് എക്സ് ആണെന്ന് നമുക്ക് മാനേജ്മെൻറ്റിന് ഹൈ ലെവൽ മാനേജേഴ്സിനെ അറിയിക്കാം. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടാം. അതാണ് ഫ്രം ദി അബോവ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഡ്യൂറിങ് ലേബർ ഷോർട്ടേജ് പ്രൊഡക്റ്റ് എക്സ് ഈസ് മോർ പ്രോഫിറ്റബിൾ. ലേബർ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഏറ്റവും നല്ലത്? പ്രൊഡക്റ്റ് എക്സ് ആണ് ദാൻ പ്രൊഡക്റ്റ് വൈ. because contribution per unit of key factor labor hour is more than the case of product X. കോൺട്രിബ്യൂഷനും നമ്മുടെ ഈ ഒരു കീ ഫാക്ടറും വെച്ച് നോക്കുമ്പം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏതാണ്? പ്രൊഡക്റ്റ് എക്സ് ആണ് എന്നാണ് നമുക്ക് ഇവിടെ ഒരു നിഗമനത്തിലെത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഉപയോഗിച്ചിട്ട് കീ ഫാക്ടർ കൂടി അനലൈസ് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി നോക്കുക. അപ്പോൾ ഇനി മറ്റു 2 രീതികൾ കൂടി ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay.